നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ലിവർപൂളും PSG തമ്മിലുള്ള മത്സരമാണ്. കളി പാങ്ടസ് പ്രിൻസസിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ആരാണ് ഫേവറിറ്റ്സ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നിലവിലെ ലിവർപൂളിൻ്റെ ഫോം വെച്ച് ഫേവറിറ്റുകൾ തീർച്ചയായിട്ടും PSG തന്നെയാണ്. പക്ഷേ PSG കോച്ച് ലൂയിസ് എൻട്രിക്ക് പറയുന്നു അങ്ങനെയില്ല. 2 കളി അതിലാര് മുന്നോട്ട് പോകുന്നു അതാണ് പ്രധാനം. ഫേവറിറ്റ്സ് എന്നുള്ള ടാഗിന് ഒരു പ്രസക്തിയും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ ദി ഫേവറിറ്റ്സ്. കാരണം ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ആരാണ് ഫേവറിറ്റ് എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങളാണ് ഫേവറിറ്റ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കഴിഞ്ഞ വർഷം എല്ലാവരും പറഞ്ഞു ലിവർപൂളാണ് ഫേവറിറ്റ്സ് എന്ന്. എന്നിട്ടോ ഞങ്ങൾ അവരെ തോൽപ്പിച്ച് മുന്നോട്ട് പോയി, ഞങ്ങൾ കിരീടവും ചൂടി. ഇത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടേറിയൊരു പോരാട്ടമാണ്. കഴിഞ്ഞ സീസണിലെ ഫസ്റ്റ് ലെഗ് വ്യത്യസ്തമായിരുന്നു. വളരെ ഹൈ ലെവൽ മാച്ചായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു മാച്ച് തന്നെ ഇവിടെയും നടക്കും എന്നാണ് ഞാനും ഈ ഒരു കളിക്കും പ്രതീക്ഷിക്കുന്നത്. ഒരു ടീം അതിന് എല്ലാ കിരീടങ്ങളും വിജയിക്കണമെങ്കിൽ മികച്ച താരങ്ങൾ വേണം. ഗോൺസാലോ റാമോസും കാങ്ങിൻ ലീയും ഒക്കെ അത്തരത്തിലുള്ള താരങ്ങളാണ്. അങ്ങനെയുള്ള താരങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിവർപൂളിനേക്കാൾ കൂടുതൽ ബോൾ കൈവശം വെച്ച് കളിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷേ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നും എനിക്കറിയാം. കാരണം ലിവർപൂൾ ഒരു മികച്ച ടീമാണ്, മികച്ച കോച്ചുള്ള ടീമാണ്. ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെ കളിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്കൊരു ശീലമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല ഇത്തവണയും എന്നും ഇപ്പോൾ കോച്ച് പറയുന്നു. അതേ മറുഭാഗത്ത് എതിർ ടീമിൻ്റെ കോച്ച് ആർനെ സ്ലോട്ട് ഈ കളിയെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഏത് ഫോമിലാണ് എന്നുള്ളതല്ല, 2 മത്സരങ്ങൾ, ആ 2 മത്സരങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. 2 ടീമിനും വളരെ മികച്ച പ്ലെയേഴ്സ് ഉണ്ട്. 2 ടീമിനും പരസ്പരം ടോ ടു ടോ എന്ന രൂപത്തിൽ പോരാടാൻ പറ്റും. കഴിഞ്ഞ സീസണിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ആവർത്തിക്കാൻ പറ്റും. പിന്നെ PSG നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. അവരത് പൂർണ്ണമായിട്ടും അർഹിച്ച് നേടിയതുമാണ്. അവർ ടീമിനെ അതുപോലെ നിലനിർത്തുകയും ചെയ്തു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി ദി ലോങ്ങർ യു കീപ്പ് എ ടീം ടുഗെദർ ദി ബെറ്റർ ദേ ബിക്കം. അതാണ് സംഭവിക്കുന്നത്. അവർ കുറേ നാളുകളായിട്ട് ടീമിൽ മാറ്റമൊന്നും ഇല്ലാതെ അങ്ങനെ കീപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ സീസണിനേക്കാൾ കൂടുതൽ മികച്ച രൂപത്തിൽ അവർക്ക് കളിക്കാൻ കഴിയുകയും ചെയ്യും അതിലൂടെ. പക്ഷേ ഞങ്ങൾ ഇത്തവണ പോരാടാൻ തന്നെയാണ് വരുന്നത് എന്നുകൂടി കോച്ച് ആർനെ സ്ലോട്ടും പറയുന്നുണ്ട്. ഈ 2 ടീമുകളുടെയും സമീപകാലത്തെ പ്രകടനം നോക്കിയാൽ ഒരു സംശയവും വേണ്ട, ലിവർപൂളിനേക്കാൾ എത്രയോ ബെറ്ററാണ് PSG തന്നെയാണ് ഫേവറിറ്റ്സ്. അവസാനമായി കളിച്ച 5 കളികളിൽ ഒറ്റ കളിയാണ് ലിവർപൂൾ ജയിച്ചത്. 4 എണ്ണവും തോറ്റിരിക്കുകയാണ്. 3 എണ്ണം തോറ്റിരിക്കുകയാണ്, ഒരു സമനില. മറുഭാഗത്ത് PSG അവസാനമായി കളിച്ച 5 കളികളിൽ 4 ജയമാണ്, ഒരു കളിയെ തോറ്റിട്ടുള്ളൂ. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് യുവേഫയുടെ വെബ്സൈറ്റ് നൽകുന്ന വിവരം. 2 മത്സരങ്ങൾ 2 ടീമും 2 മത്സരങ്ങൾ വീതം ജയിച്ചു, 5 ഗോളുകൾ വീതം അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് രാത്രി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനം. മികച്ചൊരു പോരാട്ടം പ്രതീക്ഷിച്ച് ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.